സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വേഗത്തിൽ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. എ പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ നീക്കം. പത്മകുമാറിനും N വാസുവിനും വേണ്ടി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമലയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിതല അവലോകന യോഗം ഇന്ന്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനത്താകെ ലഭിച്ചത് 1,64,000-ലേറെ പത്രികകൾ. 1,00,000-ലേറെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക്. വിവിധ വാർഡുകളിൽ വിമതശല്യത്തിന് പരിഹാരം തേടി മുന്നണികൾ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രാത്രിയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. 2 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. $12 കോടിയുടെ ബമ്പർ ഭാഗ്യശാലി ആര്? കേരള ഭാഗ്യക്കുറി പൂജ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. നറുക്കെടുപ്പ് തിരുവനന്തപുരം കോർബി ഭവനിൽ ഉച്ചയ്ക്ക് 2-ന്. കർണാടകയിൽ ഹൈക്കമാൻഡിന്റെ കർശന ഇടപെടൽ. നേതൃമാറ്റത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് നിർദ്ദേശം. അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ബംഗളൂരുവിൽ. മഹാരാഷ്ട്രയിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും. സഖ്യത്തിലേക്ക് കോൺഗ്രസിനെയും കൊണ്ടുവരാൻ ശ്രമം. ഉദ്ധവ് താക്കറെയുടെ നീക്കം ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. G20 ഉച്ചകോടിക്ക് ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി മോദി. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ആന്റണി ആൽബനീസ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാക്കിയ കരട് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. യുക്രൈന്റെ തന്ത്രപ്രധാന ഡോൺബാസ് മേഖല റഷ്യ വിട്ടുകൊടുത്തത് ഉൾപ്പെടെ 28 പദ്ധതിയിൽ നിർദ്ദേശം. സുരക്ഷാ ഗ്യാരണ്ടികൾ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിലാണ് മത്സരം. ടീം ഇന്ത്യയിൽ ശുഭ്മാൻ ഗില്ലിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയും അൽസർ പട്ടേലിന് പകരം സായ് സുദർശനും ഇറങ്ങും. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ ഋഷഭ് പന്താണ് നയിക്കുക. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്ന സുധീഷ് കുമാറും മുരാരി ബാബുവും മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവുമായും പത്മകുമാറുമായും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന നിഗമനത്തിലാണ് SIT ഉള്ളത്. പത്മകുമാറിന്റെയും പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധന ഉണ്ടാകും. റിമാൻഡിൽ തുടരുന്ന പത്മകുമാറിനും N വാസുവിനു വേണ്ടി SIT ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, അന്വേഷണം വിപുലീകരിക്കുകയാണ് SIT എന്ന് വ്യക്തം അല്ലേ? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിൽ തന്നെ ഈ 2019 ദേവസ്വം ബോർഡിന്റെ നേതൃത്വം നൽകിയ പത്മകുമാർ ബോർഡ് അംഗങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ശില്പങ്ങളടക്കം കൊടുത്തുവിടുന്നതിൽ, ഈ വാതിൽപ്പാളികളടക്കം കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി തേടുന്ന തരത്തിലേക്ക് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ബോർഡ് അംഗങ്ങൾ അതിനെ എതിർത്തിരുന്നുവെന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ്. തുടർന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഈ ഗൂഢാലോചന വ്യാപിച്ചത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം കെ പത്മകുമാറും ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബുവുമായും സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുമായി ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയത്. അതിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ മിനിറ്റിൽ ചില തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് സ്വർണം പൂശിയ ചെമ്പ് എന്നതിന് പകരം ചെമ്പെന്ന് മാത്രം എഴുതി അവിടെ നിന്ന് ഈ വാതിൽപ്പാളിയും കട്ടൽപ്പാളിയും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നാണ് ആ വിവരം. അങ്ങനെയുണ്ടായ സാമ്പത്തിക നേട്ടം വീതിച്ചു നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അത് ആർക്കൊക്കെ എത്ര വീതം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് കെ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും 2019 മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി വിശദമായി തന്നെ ഇപ്പോൾ SIT പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പല ആവശ്യത്തിനും പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി അടക്കം സമീപിച്ചിരുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ചോദ്യം ചെയ്യലുണ്ടാവുക കടകംപള്ളിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ വിവരങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടുണ്ടോ? ഓടാൻ അത്തരം കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൃത്യമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായതിനാൽ മാധ്യമങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യലിന്റെയോ അതല്ല എങ്കിൽ തുടർന്നിരിക്കുന്നതയോ വിശദാംശങ്ങൾ അത്ര കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്നില്ല. കാരണം അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഒരുപക്ഷെ അടുത്തയാഴ്ച തന്നെ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പത്മകുമാറിന് ഈ കേസിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ നിന്ന് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. പമ്പയിൽ 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ശബരിമലയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. 86,747 തീർത്ഥാടകർ ഇന്നലെ മല കയറി. ശബരിമല തീർത്ഥാടനം തുടങ്ങിയ ശേഷം ദേവസ്വം മന്ത്രി സന്നിധാനത്തേക്ക് എത്തിയില്ല എന്ന തരത്തിൽ വലിയ ആക്ഷേപം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മന്ത്രി VN വാസവൻ സന്നിധാനത്തെത്തിയത്. അദ്ദേഹം പമ്പയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് പമ്പയിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള അവലോകന യോഗങ്ങളിലോ അതിനുശേഷമോ മന്ത്രി ശബരിമലയിലേക്ക് എത്താത്തതിൽ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം കോടതി ഉത്തരവ് 5000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ലഘൂകരിച്ചിരുന്നു. അതിനു പിന്നാലെ കൂടുതൽ ആളുകളെ സ്പോട്ട് ബുക്കിംഗിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ കയറ്റിവിടുന്ന നിലയുണ്ടായി. 86,747 തീർത്ഥാടകരാണ് ഇന്നലെ മല കയറിയത്. ഇതിൽ 8,623 സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു. അതായത് 5000 എന്ന സംഖ്യയിൽ നിന്ന് 8,000ലേക്ക് സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ഉയർന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം 47,000 പേരാണ് വിർച്വൽ ക്യൂ വഴി പ്രവേശനം നേടിയത്. സന്നിധാനത്ത് ദർശനത്തിന് 70,000 പേർക്ക് വിർച്വൽ ക്യൂ വഴി അനുമതിയുണ്ട്. ഇതിൽ 70,000 പേർ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും അതിൽ വന്നത് 47,000 പേർ മാത്രമാണ്. അതേസമയം ഈ തീയതി മാറി വന്ന ആളുകൾ അത് 26,000 പേരാണ്. അതുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. വെർച്വൽ ക്യൂവിലുള്ള ആളുകൾ എത്താതിരിക്കുമ്പോൾ പല ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, ഇനിയുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നേരത്തെ എത്തുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. അങ്ങനെ പലപ്പോഴും ബുക്ക് ചെയ്ത ദിവസത്തിന് മുമ്പ് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ തിരക്ക് കൈവിട്ടു പോകാനുള്ള നിയന്ത്രണങ്ങൾ ശക്തമായി തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും കൈക്കൊള്ളുന്നത്. മാത്രമല്ല കേന്ദ്ര സേനാ വിഭാഗങ്ങൾ NDRFന്റെ 2 സംഘങ്ങൾ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അതിനു പുറമെ RAFന്റെ ഒരു സംഘം കൂടി എത്തിയിട്ടുണ്ട്. ക്രൗഡ് മാനേജ് ചെയ്യുന്നതിൽ സംസ്ഥാന പോലീസിനേക്കാൾ കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ളത് കേന്ദ്ര സേനാ വിഭാഗങ്ങൾക്കാണ്. ആ ചുമതല അവർ നിറവേറ്റുന്നുണ്ട്. സന്നിധാനത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാന പോലീസാണ്. ആ തരത്തിൽ ഇരു സേനാ വിഭാഗങ്ങളും കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്. നിലയ്ക്കൽ പ്രധാന വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. പമ്പയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് നിയന്ത്രിക്കുക എന്നതാണ്. പമ്പയിലെത്തിയാൽ പമ്പാ സ്നാനം കഴിഞ്ഞാൽ പെട്ടെന്ന് മല കയറാനുള്ള ഒരു പ്രവണത ഭക്തർ കാണിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നിലയ്ക്കൽ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് രാവിലെയുള്ള തീർത്ഥാടകരുടെ കാഴ്ചയാണ്. തിരക്കുണ്ട്, കാര്യമായ തിരക്കുണ്ട്. പക്ഷേ ആ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 സന്നിധാനം. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരം കോർബി ഭവനിലാകും നറുക്കെടുപ്പ് നടക്കുക. 12 കോടി രൂപയാണ് പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ 1ാം സമ്മാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകൾ ഉണ്ടായിരിക്കുകയില്ലെന്ന് ഭാഗ്യക്കുറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് ആജ്ഞയും തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും വിവരങ്ങളുമായി ചേരും. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഇന്നെന്തായാലും കാത്തിരിക്കുകയാണ്. ഉച്ചയോടുകൂടി നമുക്ക് അറിയാം ആരാണ് ഭാഗ്യശാലി എന്ന 12 കോടി അടിക്കുന്ന ഭാഗ്യശാലി ആരെന്നറിയാൻ കേരളം ഒന്നാകെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ചോദിക്കട്ടെ, ആജ്ഞ ഇത്തരത്തിൽ ഈ ഭാഗ്യക്കുറിക്ക് എടുക്കുന്ന ആളാണോ? ഇത്തവണ എടുത്തിട്ടുണ്ടോ? ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനായിരുന്നു ഭാഗ്യക്കുറി എടുത്തത്. നമ്മുടെ PCR ടീമിന്റെ റിക്വസ്റ്റ് പ്രകാരം ഓണം ബമ്പറായിരുന്നു എടുത്തത്. അത് 5,000 അടിച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനത്തെ റിക്വസ്റ്റുകൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ചോദിച്ചു നോക്കണേ. എന്തായാലും ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത് കേട്ടോ. കൊച്ചിയിൽ കലൂരാണ് ഉള്ളത്.
ഇവിടെ ലോട്ടറി ഒരു കേന്ദ്രം തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോട്ടറി എടുത്തതും ഇവിടുന്ന് തന്നെയാണ്. അപ്പം ഈ പൂജാ ബമ്പറൊക്കെ ഏകദേശം എല്ലാം വിറ്റ് തീർന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഓണത്തിൻ്റെ 25 കോടിയായിരുന്നു, ഇത് 12 കോടിയുമാണ്. ഒരു 300 രൂപ ആണ് ബമ്പർ ടിക്കറ്റിൻ്റെ വില. പക്ഷേ വിലയിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും തുകയിൽ വലിയ മാറ്റമുണ്ട് എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം. 300 രൂപയും മറ്റത് 500 രൂപയുമായിരുന്നു. എന്തായാലും പൂജാ ബമ്പർ ഇവിടെ ഈ ഷോപ്പിൽ ഫുള്ള് തീർന്നു. ഏതാണ്ട് കൊച്ചിയിലൊക്കെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. പല കടകളിലും പൂജാ ബമ്പർ. പക്ഷേ ഓണം ബമ്പർ കൊച്ചി സ്വദേശിയല്ല തുറവൂർ സ്വദേശിക്ക് അടിച്ച് കൊച്ചിയിൽ വിറ്റ ലോട്ടറി എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ഇവിടെ ലോട്ടറി ഷോപ്പ് ഉടമയുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു പൂജാ ബമ്പറിൻ്റെ? കുഴപ്പമില്ല, നല്ല സെയിലായിരുന്നു. അത്യാവശ്യം ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. ആടെ റോവും അവിടെയും ഫുള്ളും ബമ്പറായിരുന്നു. പക്ഷേ അതൊക്കെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുള്ളും തീർന്നു. നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇന്നലെ. ഈ ഓണം ബമ്പർ ഈ കൊച്ചിയിൽ വിറ്റ് ഏജൻസിക്കൊക്കെ അടിച്ചതിൻ്റെ ഒരു സാഹചര്യത്തിലായിരിക്കും ഇത്തവണ ഓണം ബമ്പറിൻ്റെയൊക്കെ വിൽപ്പന കൂടിയോ? ഓണം ബമ്പറിൻ്റെ അത്ര വിൽപ്പനയില്ല, പക്ഷേ എന്നാൽ നല്ല വിൽപ്പന ഉണ്ടായിരുന്നു. ഇവിടെ പൊതുവേ അങ്ങനെ പ്രൈസ് മണീസ് ലോട്ടറീസ് വരുന്ന ഒരു സാഹചര്യം ഒരുപാട് വരാറുണ്ട്, പിന്നെ മാറിക്കൊടുക്കാറുമുണ്ട് ഒട്ടുമിക്കതും. അങ്ങനെ ഒരു സാഹചര്യമാണ് കൊച്ചിയിലുള്ളത്. എന്തായാലും ഇന്ന് ഗോർക്കി ഭവനിലെ നറുക്കെടുപ്പിലൂടെ ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം ആരാണ് പൂജാ ബമ്പർ ഭാഗ്യശാലി എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും കൊച്ചി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു ഓളമുണ്ട്. 2ാം സമ്മാനമോ 3ാം സമ്മാനമോ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഭഗവതി ലോട്ടറിയുടെ ഏജൻസിയിലും അതുപോലെ ഒരു വലിയ റഷ് കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് കൊച്ചിയിലൊക്കെ ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. 3 ലക്ഷത്തിലധികം പ്രൈസ് ഇതാണ് ഇത്തവണയുള്ളത്. നമ്മൾ ഈ തിരുവോണം ബമ്പർ അടിക്കുന്ന ദിവസം നമ്മൾ കണ്ടതാണ്, ഈ ആളുകളിങ്ങനെ ഓടുകയായിരുന്നു ടിക്കറ്റിന് വേണ്ടി. പക്ഷെ എവിടെയും ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഇപ്പം അഗ്നി തന്നെ പറഞ്ഞു അവിടെയൊന്നും ടിക്കറ്റ് ഇല്ല എന്ന്. പക്ഷെ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ടോ? ഇന്നിപ്പോൾ 2 മണി വരെ സമയമുണ്ട്. നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഈ 9 മണി ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒരു വലിയ റഷൊന്നും ഇല്ല, ആവാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന കുറേ ആളുകളെ മീൻസ് ഈ ഒരു സമയത്തൊക്കെ ഓണം ബമ്പറിൻ്റെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യം പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എന്തായാലും 9 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ബമ്പറൊക്കെ കഴിഞ്ഞതായിരിക്കും. പക്ഷേ ഈ ഒരു ഷോപ്പിൽ കുറേ പൂജാ ബമ്പറിൻ്റെ ടിക്കറ്റുകൾ കാണുന്നുണ്ട്. പുതുതായിട്ട് ഫില്ല് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. തീർന്ന ശേഷം ചേച്ചി ഇല്ല, ഓക്കെ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറുകയാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ പൂജാ ബമ്പർ കൂടുതൽ കാണുന്നുണ്ട്, ടിക്കറ്റുകൾ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു കൊച്ചിയിലെ ഒരു സ്ഥിതി ഇതാണ്. ഒരു ചേച്ചി പൂജാ ബമ്പർ എടുക്കാൻ നിൽക്കുകയാണോ? എന്തായാലും കൊച്ചിയിലൊരു ഈ പറയുന്ന രാവിലെ ഒരു വലിയ റഷ് കാണുന്നില്ല. പൂജാ ബമ്പർ എടുത്തോ? എടുക്കാൻ പോന്നേണോ? ഇവിടുന്നായിട്ട് എടുക്കും. എന്തേ എടുത്തോ? എടുത്തില്ല. എടുക്കാൻ പോണോ? ഓക്കെ. ഓണം ബമ്പർ എടുത്തിരുന്നോ? ഇല്ല, ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ നമ്പർ എടുക്കുമ്പോൾ അടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പൂജാ ബമ്പർ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു, അടിച്ചില്ല. ഇപ്രാവശ്യം ഒന്ന് നോക്കാൻ. എനിക്ക് ഇടയ്ക്ക് അല്ലാതെ അടിക്കുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച 5000, 1000, 100, 200 അങ്ങനെ എപ്പോഴും ചെറിയ ചെറിയ പ്രൈസ് ഉള്ള ആളാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? സുജ. എല്ലാ തവണ എടുക്കാറുണ്ട്. ഭാഗ്യം നിരന്തരം കടാക്ഷിക്കാറുള്ള ഒരാളാണ്. അവിടെ കുറെ ടിക്കറ്റ് കാണുന്നുണ്ട്. അതിലൊരു ടിക്കറ്റ് എടുക്കുന്നുണ്ടോ? തിരക്കിൽ തന്നെയാണ്. എന്തായാലും തൽക്കാലം ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്നിരുന്നാലും നേരത്തെ എങ്ങാനും അത്തരത്തിലൊരു ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിച്ച് ആ ടിക്കറ്റിന് 12 കോടി അടിച്ചാൽ അഗ്നി എന്തായിരിക്കും ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക? പദ്ധതികൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ പേഴ്സണൽ പദ്ധതികളൊന്നും അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നീട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയായിട്ടുള്ളൂ, പ്ലാനായിട്ടുള്ളൂ. വളരെ സീരിയസ് ആയി ചോദിച്ചതാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ആൻസർ പറയണം കേട്ടോ.
ഇനിയിപ്പോ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആരെയും അറിയിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ച് ആരോടും പറയാതെ നൈസായിട്ട് മുങ്ങും. അതാണ് ഞാനാണെങ്കിൽ ആദ്യം ചെയ്യാം. അതും ഒരു ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഈ പൂജാ ബമ്പറല്ല ഓണം ബമ്പറൊക്കെ അടിച്ചപ്പോൾ തന്നെ നമ്മളെ വിജയിയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നല്ലോ. അതിനൊരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനെ നടക്കുന്നത് തന്നെ ആളുകൾ സാമ്പത്തികമായ ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇപ്പം നമുക്കൊരാളെ സാമ്പത്തികമായി സഹായിക്കാം. അതായത് അവർക്ക് രോഗാവസ്ഥയിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ പഠനം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെയുള്ള ആളുകളെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് പണം വെറുതെ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് വെറുതെ കിട്ടിയ ഒരു തുകയല്ലേ, എന്നാൽ പിന്നെ ഞങ്ങൾ കൂടെ തന്നാൽ എന്താ എന്നുള്ളൊരു സാഹചര്യത്തിൽ ആളുകളുടെ പിന്നാലെ നടന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 12 കോടിയാണ്, അത് ഒട്ടും അധ്വാനിക്കാതെ കിട്ടുന്നതാണല്ലോ എന്നുള്ള ഒരു തോന്നലോടുകൂടി എത്തുന്ന കുറച്ച് ആളുകൾ. ആ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ഭാഗ്യശാലികളെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആരാണ് അതിലുള്ള അല്ലെ ആർക്കാണ് ഭാഗ്യം കടാക്ഷിച്ചത് എന്ന് വ്യക്തമാകാതിരിക്കാൻ അവർ പറയുന്ന ഒരു ഇത് പറയാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് തിരുവനന്തപുരം സ്വദേശി അനൂപിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ ആ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ പറയുമ്പോഴും അതായത് ഭാഗ്യം എന്തുകൊണ്ട് ഇത്രയും വലിയ തുക കയ്യിൽ കിട്ടിയാൽ അവർ ഒളിച്ചു വെക്കുന്നു. കാരണം ശരിക്കും കോടീശ്വരനാവുകയാണ്, ലൈഫ് സ്റ്റൈൽ മാറുകയാണ്, മീൻസ് സമൂഹത്തിൽ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് ഭവ്യ. അങ്ങനെ കൂടി വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ സഹായം ചോദിച്ച് ബുദ്ധിമുട്ടിക്കണം. അതായത് തങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഭാഗ്യക്കുറി അടിച്ച ആളുകളുടെ വീട് അന്വേഷിച്ചിട്ടൊക്കെ പോയിട്ട് അവിടെ പോയി ഇരുന്ന് അയാളെ കണ്ട് ബുദ്ധിമുട്ടിച്ചൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഭാവ്യ പറഞ്ഞതുപോലെ ചിലപ്പോൾ അങ്ങനെ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കും നോക്കും. ഭാഗ്യക്കുറി അടിച്ചത് കുറച്ച് കാലത്തേക്ക് റിവീൽ ചെയ്ത് വേറെ എവിടെയെങ്കിലും ആരും അറിയാത്ത, നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അറിയാത്തടുത്ത് പോയിട്ട് ഇതൊക്കെ ഈ പ്ലാനും പദ്ധതിയൊക്കെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയ കാര്യമാണ്. ശരി, ആജ്ഞയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ബി അരുൺ ഉണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും 2 മണി വരെയുള്ള ഒരു കാത്തിരിപ്പാണ് മലയാളികൾ ഒന്നാകെ. അരുണൊക്കെ നേരത്തെ ഇത്തരത്തിൽ ഈ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഭാഗ്യം വിട്ടുപോയ ഒരാളാണ്. ഇത്തവണ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? എന്തായാലും 2 മണിക്ക് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ? ഇപ്പോഴും എടുത്തിട്ടുണ്ട്. ഏതായാലും 2 മണിക്ക് നറുക്കെടുപ്പ് 12 കോടിയുടെ 1ാം സമ്മാനമാണ്. 2ാം സമ്മാനം 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കുമുണ്ട്. 3ാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കുമുണ്ട്. 4ാം സമ്മാനം 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, 5ാം സമ്മാനം 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ലഭിക്കും. ഇത് കൂടാതെ 5000, 1000, 500, 300 രൂപയുടെ ഉൾപ്പെടെ 3,32,000 സമ്മാനങ്ങളാണ് നൽകുന്നത്. ഇത്രയധികം സമ്മാനങ്ങളുണ്ട്. 300 രൂപയുടെ ടിക്കറ്റാണ്, ഒരു ടിക്കറ്റ് 300 രൂപ. അതുകൊണ്ട് തന്നെ ഓണം ബമ്പർ പോലെ തന്നെ ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നൊരു ബമ്പർ ടിക്കറ്റാണ് പൂജയുടേതും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആഘോഷിക്കും. സാധാരണ ധനമന്ത്രിയൊക്കെ പങ്കെടുത്ത്, അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പങ്കെടുത്ത് ആഘോഷമായാണ് ബമ്പറുകളുടെ നറുക്കെടുപ്പ് നടക്കാറുള്ളത്. ഇന്ന് അതുണ്ടായില്ല. നേരിട്ട് നറുക്കെടുപ്പിലേക്ക് കടക്കുകയാകും. 2 മണിക്ക് നറുക്കെടുപ്പ് ആരംഭിക്കും. എല്ലാവരെയും പോലെ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും. ഈ ബമ്പർ ടിക്കറ്റ് സ്വാഭാവികമായും എല്ലാവരെയും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ്. ഇത്രയധികം സമ്മാനങ്ങളുള്ളത് തന്നെ വലിയ രീതിയിൽ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുമുണ്ട്. കൃത്യമായ കണക്ക് ലോട്ടറി ഡയറക്ടർ ഇത്ര ടിക്കറ്റ് വിറ്റുപോയെന്ന കണക്ക് അല്പസമയത്തേക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലോട്ടറി കൊണ്ട് രക്ഷപ്പെട്ട ജീവിതങ്ങളുണ്ട്. ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ടിക്കറ്റ് ലോട്ടറി അടിക്കുന്നവർക്ക് മാത്രമല്ല, ടിക്കറ്റ് വിൽക്കുന്നവർക്കും അതിന്റെ സമയജൻസി എടുക്കുന്നവർക്കും ഒക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ്. അവർക്കുമൊക്കെ ഒരു ടിക്കറ്റ് കൊണ്ട് അവരുമൊക്കെ അവരുടെ ജീവിതം മാറുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രിയ അരുൺ, അതേപോലെ തന്നെ ഈ എല്ലാ തവണ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ബമ്പറുകൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ആ ദിവസം, അതായത് ഇന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ഓട്ടം ഉണ്ടാകും ആളുകൾക്ക് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അത്തരത്തിലൊരു ഓട്ടം തിരുവനന്തപുരത്തുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ തിരക്കില്ല എന്നാണ് മനസ്സിലാവുന്നത്. സമയത്തേക്കും ഈ അവസാന മണിക്കൂറുകളിലാണ് കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത്. പലരും ഈ നമ്പറൊക്കെ നോക്കി, ഭാഗ്യ നമ്പറും അതുപോലെ തന്നെ അടിക്കാൻ സാധ്യതയുള്ള നമ്പർ, നേരത്തെ ഒക്കെ അടിച്ചിട്ടുള്ള നമ്പറുകളൊക്കെ കൃത്യമായി നോക്കി വെച്ച് അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ റാൻഡമായി എടുത്തു പോകുന്ന ആളുകളുമുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഇനി അവസാന മണിക്കൂറുകളിൽ എടുക്കാൻ നിൽക്കും.
ഓണബമ്പറിന്റെ കാര്യത്തിൽ അവസാന മണിക്കൂർ ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോയിരുന്നു. ഒരു ടിക്കറ്റ് പോലും കിട്ടാതെ പല ആളുകളും മടങ്ങിപ്പോകും നമ്മളന്ന് കണ്ടിരുന്നു. ഇന്ന് അത്രയൊരു സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ വ്യക്തത വരും. ഏതായാലും വലിയ രീതിയിൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്കും ഇനിയുള്ള മണിക്കൂറുകളിലും ഏജന്റുമാരുടെയൊക്കെ ടിക്കറ്റ് ബാക്കിയുണ്ടാകും. അത് എടുക്കാനുള്ള തിരക്ക് അവസാന മണിക്കൂറുകളിലും ഉണ്ടാകും. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭാഗ്യവതിയെ കാത്തിരിക്കുകയാണ്. 2 മണിയോടുകൂടി കൃത്യം അറിയാം ആരായിരിക്കും ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി, ആർക്കാണ് ആ 12 കോടി ലഭിക്കുക, ആരാണ് ആ കോടീശ്വരി എന്ന കാര്യം നമ്മൾ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാലും മതി. കൃത്യമായി ന്യൂസ് 18 ആ ഒരു സമയം പ്രേക്ഷകരിലേക്ക് ആ വാർത്ത വിവരങ്ങൾ ആ നമ്പറുകൾ കൃത്യമായി എത്തിക്കും. ഞങ്ങൾക്കൊപ്പം തുടരുക. ഒരിടവേളയാണ്, തിരിച്ചെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? സംസ്ഥാനത്ത് പരക്കെ മഴ. 4 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരത്ത് രാത്രി മുതൽ മഴ തുടരുകയാണ്. രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 2 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. G20 ഉച്ചകോടിക്ക് ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ പ്രശംസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനി ന്യൂയോർക്കിന്റെ നല്ല മേയറായിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രശംസ. ന്യൂയോർക്കിന് നല്ല ഭാവി മേയർ മംദാനിക്ക് കീഴിലുണ്ടാകുമെന്ന് പറഞ്ഞ ട്രംപ് ന്യൂയോർക്കിന്റെ വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കിയ നേതാവാണ് മംദാനിയെന്നും പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ ഒരു യു ടേൺ ആണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ ചിത്രം വ്യക്തമാണ്. ഇത്ര നാൾ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം വലിയ തരത്തിൽ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന 2 നേതാക്കളാണ് തമ്മിൽ കണ്ട സമയത്ത് യഥാർത്ഥത്തിൽ ഒരു യു ടേൺ സംഭവിച്ചത്. എന്തായാലും മംദാനിയെ ട്രംപ് പുകഴ്ത്തുന്നു, തിരിച്ച് മംദാനി ട്രംപിനെ പുകഴ്ത്തുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈയെടുത്ത രൂപം നൽകിയ കരട് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. യുക്രൈന്റെ തന്ത്രപ്രധാനമായ ഡോൺബാസ് മേഖല റഷ്യ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയാണ് 28 പദ്ധതിയിലെ നിർദ്ദേശം. യുക്രൈൻ സൈനിക ശേഷി കുറയ്ക്കണമെന്നും സ്നാപ്പ് ഇലക്ഷൻ 100 ദിവസത്തിനുള്ളിൽ നടത്തുന്നതും സമാധാന പദ്ധതിയുടെ ചർച്ചകളിലുണ്ട്. നാറ്റോ അംഗത്വത്തിന് പകരം സുരക്ഷാ ഗ്യാരണ്ടികൾ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സമാധാന പദ്ധതിയിലെ നിർദ്ദേശം. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്നതിൽ അന്വേഷണം തുടങ്ങി വ്യോമസേന. ദുരന്തത്തിൽ വിംഗ് കമാൻഡർ നമൻ ശ്യാലാണ് വീരമൃത്യു വരിച്ചത്. നമൻ ശ്യാലിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിൽ എത്തിക്കും. അപകടത്തിൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നേതൃമാറ്റത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് കർണാടകയിലെ കോൺഗ്രസ് എംഎൽഎമാർക്കും നേതാക്കൾക്കും കർശന നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിലെത്തി. മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകും. സ്ഥാനമോയികളാണ് ഡൽഹിയിലേക്ക് പോയതെന്നും തനിക്ക് അനുകൂലമായി എംഎൽഎമാരുടെ ഗ്രൂപ്പ് ഇല്ലെന്നുമാണ് DK ശിവകുമാർ ഇന്നലെ പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തയ്യാറെടുക്കുന്നതായി സൂചന. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ബന്ധുവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ തലവനുമായ രാജ് താക്കറെയുമായി സഖ്യമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുത്തുവെന്നാണ് വിവരം.
ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഉദ്ധവ് താക്കറെയുടെ ഈ നീക്കം. ഇരു കക്ഷികളും ഒന്നിച്ചാൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാനാകുമെന്നാണ് ഉദ്ധവ് താക്കറെ വിശ്വസിക്കുന്നത്. സഖ്യത്തിലേക്ക് കോൺഗ്രസിനെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉദ്ധവ് നടത്തുന്നുണ്ട്. ഒരിടവേള കൂടി. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അല്പസമയത്തിനകം തുടങ്ങും. 10 ആരംഭിക്കുന്ന സൂക്ഷ്മ പരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ഏജന്റ്, നിർദ്ദേശകൻ എന്നിവർക്ക് പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾ കൂടി വരണാധികാരിയുടെ മുറിയിലേക്ക് പ്രവേശനം അനുവദിക്കും. തിങ്കളാഴ്ച വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. സംസ്ഥാനത്താകെ 1,64,427 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രിക ലഭിച്ചത് മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്. ആകെ 1,08,580 സ്ഥാനാർത്ഥികളാണ് ഇപ്പോഴുള്ളത്. പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണിയിൽ തർക്കം തീരുന്നില്ല. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് CPI. ചിറ്റൂർ, തത്തമംഗലം നഗരസഭ, മണ്ണൂർ, മേലാർക്കോട്, തൃത്താല മേഖലകളിലെ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കുക. ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിൽ 2 വാർഡുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ചിറ്റൂരിൽ 2 ബ്ലോക്ക് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി. മണ്ണൂർ പഞ്ചായത്തിൽ 5 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് തീരുമാനം. തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും CPI മത്സരത്തിനുണ്ട്. മേലാർക്കോട് CPM സ്ഥാനാർത്ഥിക്കെതിരെ CPI ലോക്കൽ സെക്രട്ടറി S. ഷൌക്കത്ത് അലി മത്സരിക്കും. മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും പലയിടത്തും മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചതായും CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പ്രതികരിച്ചു. ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ്. കാര്യം സഹോദരങ്ങളൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഈ സ്ഥാനാർത്ഥികളുടെ പക്ഷം. കൊക്കയാർ കട്ടപ്ലാക്കൽ അബ്ദുൽ സലാമിന്റെ മക്കളായ അൻസലനയും അയൂബ് ഖാനും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. വ്യത്യസ്തമായ 2 ആശയങ്ങൾ പേറുന്ന 2 സഹോദരങ്ങൾ. ഒടുവിൽ ജനാധിപത്യത്തിന്റെ ഗോതയിൽ 2 പേർ നേർക്കുനേർ പോരാടുകയാണ്. അയൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. അൻസൽന 10ാം വാർഡിലെ CPMന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറും. വാർഡിൽ നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയൂബ് ഖാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അൻസൽനയെ CPM വീണ്ടും മത്സരിക്കാനിറക്കിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു. രാഷ്ട്രീയം പറഞ്ഞു തന്നെ വോട്ട് നേടാനാണ് ഇരുവരുടെയും തീരുമാനം. വാർഡ് നിലനിർത്താൻ സിറ്റിംഗ് അംഗമായ അൻസലിനെയും വാർഡ് തിരിച്ചുപിടിക്കാൻ അയൂബ് ഖാനും ഇറങ്ങുമ്പോൾ കൊക്കയാർ പഞ്ചായത്തിലെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ പോരാട്ടമായി 10ാം വാർഡ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദിന്റെ സഹോദരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജനവിധി തേടും. അബ്ദുൾ മജീദ് എന്ന ബാവയാണ് വാർഡ് 12ൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലാണ് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെയും ചില നേതാക്കളുടെയും ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദിന്റെ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൾ മജീദിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിലാണ് സ്വതന്ത്ര നിലപാടെടുക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. K. മുഹമ്മദിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ മജീദ്. അബ്ദുൾ മജീദ് ഇന്നലെ വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുള്ള ധാരണ ലംഘിച്ചതും തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് K. മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലേക്ക് നയിച്ചത്. ന്യൂസ് 18 തൃത്താല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര നഗരസഭയിലെ കുട്ടപ്പന വാർഡിലെ സ്ഥാനാർത്ഥി യുവ വക്കീലാണ്. കോടതി വ്യവഹാരങ്ങളും ജനസേവനങ്ങളും തനിക്ക് ഒരേ സമയം വഴങ്ങുമെന്ന് ഒരിക്കൽ തെളിയിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് അനിത. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് അനിത മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. അത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് അനിത ഇത്തവണ ജനവിധി തേടുന്നത് നെയ്യാറ്റിൻകര നഗരസഭയിലാണ്. കൂട്ടപ്പന വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അനിതയ്ക്ക് കോടതി വ്യവഹാരങ്ങളുടെ തിരക്കും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇതിനോടകം തെളിയിച്ചിരുന്നു. 11 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ട് ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആയി. രണ്ടും കൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രണ്ടും അഡ്വക്കേറ്റ് പ്രൊഫഷനായാലും ഏകദേശം ഒരു പൊതുപ്രവർത്തനം പോലെ തന്നെയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മേഖലയാണ്. അത് തന്നെയാണ് മറ്റ് ഒരു സേവന രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ്. ഇപ്പോൾ പഞ്ചായത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന സമയത്തായാലും ഒരുപാട് പേരുടെ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായാലും ശരി തന്നെയാണ്, വലിയ കാര്യങ്ങളായാലും ശരി തന്നെയാണ്. ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് കുപ്പായം എനിക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട്.
ഒരു പതിറ്റാണ്ടിലധികമായി നെയ്യാറ്റിൻകര കോടതിയിലെ സജീവ അഭിഭാഷകയാണ് അനിത. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ ഉപാധ്യക്ഷ എന്നതിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വിശ്വാസം തന്നെയാണ് അനിതയെ നെയ്യാറ്റിൻകര നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വത്തിന് തെരഞ്ഞെടുത്തത്. നിലവിലെ കൂട്ടപ്പന വാർഡിന്റെ BJP കൗൺസിലറായ മഹേഷിന്റെ ഭാര്യ LK സുപ്രിയയാണ് ഇത്തവണ NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി I ബിന്ദുവും മത്സരരംഗത്തുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പാലക്കാട് തൃത്താലയിൽ LDFൽ ഭിന്നത. ആനക്കര പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. 5 സ്ഥാനാർത്ഥികൾ വാരണാധികാരിക്ക് മുൻപാകെ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമായി. പഞ്ചായത്തിൽ CPI തനിച്ചു മത്സരിക്കും. 5 വാർഡുകളിലാണ് CPI സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. LDFുമായി സഹകരിച്ച് 7, 8, 9 വാർഡുകൾ വിട്ടു നൽകാൻ ആദ്യഘട്ടത്തിൽ CPI ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് CPM തയ്യാറായില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് CPI നിലപാട് കടുപ്പിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുന്നോട്ട് വന്നത്. സീറ്റ് തർക്കം ജില്ലാതലത്തിലുള്ള ചർച്ചകളിലും പരിഹരിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് CPI ആനക്കര ലോക്കൽ സെക്രട്ടറി സുരാ മലമൽക്കാവ് പറഞ്ഞു. കാലാകാലങ്ങളായിട്ട് ഇവര് 2 സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ വെച്ചാൽ 2 സീറ്റാണെങ്കിൽ 1 ജയിക്കുന്നത്. ഈ സീറ്റ് മേടിക്കുന്നതിനുള്ള ഞങ്ങൾ പോകുന്നത് ജയിച്ചാൽ സീറ്റും കൂടി പോകുമ്പോൾ ഞങ്ങൾ വേറെ പോകുന്നില്ലല്ലോ. അപ്പൊ അവര് ഇത് വേണമെടുത്തു എന്നുള്ള രാഷ്ട്രീയത്തിലുള്ള സ്വരമാണ് സംസാരിച്ചത്. അതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ഒറ്റയ്ക്ക് എല്ലാ വാർഡിലും നിൽക്കേണ്ടി വന്നത്. ഇതിലെന്താ വെച്ചാൽ തിരുവപ്പുറ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിന്റെയാണ്. ആ ജില്ലാ പഞ്ചായത്തിന് CPIയുടെ വാർഡിലും CPIയുടെ സ്ഥാനാർത്ഥിയായതിന്റെ പേരിലാണ് അവിടെ ഒന്നും ഞങ്ങൾ ചിഹ്നത്തിൽ മത്സരിക്കാനോ ഞങ്ങൾ ആളെ നിർത്താനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കാത്തത്. ബാക്കി ഞങ്ങൾക്ക് ഇപ്പൊ 2 ചിഹ്നത്തിലാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ചിഹ്നത്തിൽ 2 മത്സരിക്കുന്നത്. ഒന്ന് 13-ാം വാർഡിലും ഒന്ന് 14-ാം വാർഡിലും. ബാക്കിയുള്ളവർക്ക് സ്വതന്ത്രന്മാരാണ്. അതൊന്നും CPIയുടെ ഫുൾ ഉത്തരവാദിത്തമല്ലോ. സ്വതന്ത്രന്മാർക്ക് എല്ലാവർക്കും മത്സരിക്കാം. വാർഡ് 7, 8, 12, 13, 14 എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുക. 2 പേർ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ന്യൂസ് 18 തൃത്താല. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഒറ്റശേഖരമംഗലം ഡിവിഷനിലെ ഇത്തവണ പോരാട്ടം തീപാറും. ഗുരുവും ശിഷ്യയുമാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നാൾക്കുനാൾ ശക്തമാകുമ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഒറ്റശേഖരമംഗലം ഡിവിഷൻ ഏറെ ശ്രദ്ധ നേടുകയാണ്. ഇവിടെ മത്സരിക്കുന്നത് അധ്യാപികയും വിദ്യാർത്ഥിയുമാണ്. ഇതാണ് ഇവിടെ കൗതുകമുണർത്തുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയും ഒപ്പം അധ്യാപിക കൂടിയായ ഒറ്റശേഖരമംഗലം ഡിവിഷനിലെ സ്ഥാനാർത്ഥി വിനീത നമ്മളോടൊപ്പമുണ്ട്. എന്താണ് വിശേഷങ്ങളെന്നും കൗതുകങ്ങളെന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം. ഇപ്പോൾ അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. എങ്ങനെ തോന്നുന്നു ഈ കൗതുകം? എല്ലാവരും നോക്കി കാണുന്നത് പോലെ ഏറെ കൗതുകത്തോടു കൂടിയാണ് ഞാനും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്. കാരണം UDF കാൻഡിഡേറ്റായ അനിപ്രസാദ് എൻ്റെ ശിഷ്യയാണ്. എന്നിലും അവളിലും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറെ ഭംഗിയോടെ ചെയ്യാൻ ഞങ്ങൾ 2 പേരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആനിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. എനിക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം പെരിങ്ങരവിള ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുന്നത്. ഒറ്റശേഖരമംഗലം ഡിവിഷനിൽ വരുന്ന കള്ളിക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്ന പഞ്ചായത്തും ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തും അതുപോലെ തന്നെ ആദ്യമായി ഞാനൊരു അധ്യാപിക എന്ന നിലയിൽ ജോയിൻ ചെയ്ത സ്കൂളും ഈ കള്ളിക്കാട് പഞ്ചായത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശിഷ്യ സമ്പത്തും എൻ്റെ കൂട്ടുകാരും മറ്റ് രക്ഷകർത്താക്കളും എല്ലാവർക്കും സുപരിചിതയാണ് ഞാൻ. ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ആനി പ്രസാദാണ്. നിലവിൽ പെരിങ്ങരവിള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുശിഷ്യ മത്സരത്തിൽ ശിഷ്യയാണ് ഈ പറയുന്ന അനി പ്രസാദ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അനി, ഗുരുവും ശിഷ്യയും കൂടി തമ്മിലുള്ളൊരു മത്സരം എന്താണ് പറയാറുള്ളത്? ഇപ്പോൾ മത്സരം പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത് പബ്ലിക്കലി നമുക്കതിനൊരു പ്രാധാന്യം കൽപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ടീച്ചർ എന്നുമുണ്ട്. കാര്യം ഞാൻ 7ാം ക്ലാസ്സിൽ മൈലക്കര സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഹിന്ദി അധ്യാപികയായിരുന്നു എന്നതിലുപരി സമൂഹവുമായിട്ട് ഇടപഴകാൻ എന്നെ പഠിപ്പിച്ചു. അതായത് ഞാൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഞാൻ മൈലക്കര സ്കൂളിൽ പഠിക്കുമ്പോൾ ഗൈഡിൽ എനിക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരു അധ്യാപിക കൂടെയായിരുന്നു ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ആ ഒരു അധ്യാപിക എന്നുള്ളൊരു സ്നേഹം മനസ്സിലുണ്ടെങ്കിലും
അധ്യാപിക അന്ന് പഠിപ്പിച്ചതും സമൂഹത്തിൽ മുന്നേറാനാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്. തീർച്ചയായിട്ടും ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധിയായിരുന്നപ്പോൾ ഞാൻ ഓടി നടന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. എൻ്റെ വെള്ളറയുടെ ഡിവിഷനിൽ ഒട്ടനവധി ഇലക്ട്രിക് വീൽ ചെയർ ആയാലും 3 വീലറുകൾ വാങ്ങി നൽകിയതായാലും കുട്ടികൾക്ക് പഠനോപകരണം, കോവിഡ് സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് 27ഓളം TV എല്ലാം കളക്ട് ചെയ്തതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം തോട്ടവാരമാണ്. പെരിങ്ങടവിള പഞ്ചായത്തിലെ തോട്ടവാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. ഇവിടെ എൻ്റെ അമ്മയുടെ നാടാണിത്. ഇവിടെ വെച്ച് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ തെങ്ങിൽ നിന്ന് വീണ് ഒരു ആക്സിഡന്റ് പറ്റി പൂർണ്ണമായിട്ടും കിടപ്പിലായിപ്പോയി. ഇപ്പോഴും കിടപ്പിലാണ് പപ്പ, 25 വർഷം. അങ്ങനെ ഇവിടുത്തെ വീടൊക്കെ ജപ്തിയായി പോയിട്ടാണ് ഞങ്ങൾ കള്ളിക്കാടോട്ട് താമസം മാറുന്നത്, പപ്പയുടെ നാട്ടിലോട്ട്. അവിടെ പോയപ്പോഴാണ് ആ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ പോകുന്നതും ടീച്ചർ എന്നെ പഠിപ്പിക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴും എൻ്റെ 5ാം ക്ലാസ് മുതൽ ഞാൻ മൈക്ക് അനൗൺസർ ആയിട്ടാണ് ഒരു രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നെ അത് നമ്മുടെ ഡോക്ടർ MP ശശി തരൂർ, അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ച സമയത്ത് 2 തവണ അദ്ദേഹത്തിന്റെ പൈലറ്റ് അനൗൺസറായും 1 തവണ ലാസ്റ്റ് ഈ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ പൈലറ്റ് പ്രാസംഗികയായും തുടർന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ അവസരം കിട്ടി. നിരവധി യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്ക്, സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിലും അതോടൊപ്പം തൊഴിൽ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിലുമൊക്കെ സാഹസികമായിട്ടുള്ള സമര പരിപാടികളിൽ ഏർപ്പെടുകയും ഏകദേശം 6 ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ടീച്ചർ അന്ന് എന്താണോ എന്നെ പഠിപ്പിച്ചത്, സ്കൗട്ട് ആൻഡ് ഗൈഡിലൂടെ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം, അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിച്ചത് എന്താണോ ആ രീതിയിൽ തന്നെ ഞാനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അധ്യാപികയും ശിഷ്യൻ, ടീച്ചറിനോട് സ്നേഹം മാത്രം. ഒരുപാട് സഹായിച്ചിട്ടുള്ള ടീച്ചറാണ്. പഠന കാലഘട്ടത്തിൽ കഷ്ടപ്പാടുകളിലൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ്. ടീച്ചറിനോട് സ്നേഹം മാത്രം. തീർച്ചയായും ഒറ്റശ്ശേരമംഗലം ഡിവിഷൻ കാത്തിരിക്കുന്ന ഒരു കൗതുക തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത് പറയേണ്ടത് ജനങ്ങളാണ്. നമുക്കും കാത്തിരിക്കാം. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. വർഷങ്ങളായി ക്രിക്കറ്റ് കളിച്ചിരുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി യുവാക്കൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിക്കുന്നവർക്കാണ് അനുമതി നിഷേധിച്ചത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ 300ഓളം കുടുംബങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടാണിത്. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ, ചെറുപ്പക്കാർ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ എത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ പലർക്കും ഇവിടെ കളിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പണമടച്ച് കളിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും മാത്രമായി വൈകുന്നേരങ്ങളിലെ സമയം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കാൻ വരുന്ന മറ്റ് നൂറുകണക്കിന് പല സ്ഥലങ്ങളിലായി പല പിച്ചുകളിലായി ഇവിടെ യുവാക്കൾ കളിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്കാർക്കും കളിക്കാൻ കഴിയുന്നില്ല. ഈ ഗ്രൗണ്ടിൽ കോളേജിലുള്ളവർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്താനാണ് ഇവിടുത്തെ അധികൃതരുടെ തീരുമാനം. വലിയ നിരാശയാണ് ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ഇവിടെ കളിക്കാനെത്തുന്ന യുവാക്കളിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഇവിടെ കളിക്കാൻ കഴിയാതെ ഈ സമയം കാത്ത് ഇവർ സ്റ്റിച്ച് ബോളിലേക്ക് കളിക്കുന്ന അവർ മാറിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കളിക്കാമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും രാത്രിയാവും. എങ്ങനെയാണ് നിങ്ങളുടെ കളി എങ്ങനെയാണ് തടസ്സപ്പെടുന്നത്? ഇപ്പോൾ നമുക്ക് അവര് ഇടയ്ക്ക് വെച്ച് പറഞ്ഞ 5:30 ശേഷം നമുക്ക് ഗ്രൗണ്ട് തരാൻ കളിക്കാൻ എന്ന് പറഞ്ഞത് പിള്ളേർ കളിയുള്ളതുകൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 3 മാസത്തോളം വെയിറ്റ് ചെയ്തായിരുന്നു. വരും 5:30 ശേഷം വരും, ഒറ്റ കളി കളിച്ചിട്ട് പോകും. സാധാരണ നമ്മൾ 3-4 കളി കളിക്കുന്നതാണ്. ഇപ്പോഴും അത് 5:30 എന്നുള്ളത് മാറി 6 ആയി. ഇനിയിപ്പം നമുക്ക് ഇവർക്ക് ജനുവരി കഴിയുന്നവരെ നമ്മൾ കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി തിരക്കിയപ്പോൾ അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗ്രൗണ്ട് പൂട്ടിയിട്ട് നമ്മളങ്ങ് ഒഴിവാക്കാനുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഈ ഒരു 5 മണി 5:30 ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. അവരവിടെ കളിക്കുന്നൊന്നുമില്ല. ഇത് ലെതർ ബോൾ എന്ന് പറയുന്ന സാധനം 6 മണിക്ക് ശേഷം ഒരു വ്യക്തിക്ക് കളിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് മനഃപൂർവ്വം ഇങ്ങനെ കുറെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കളിക്കണം ആവശ്യമായിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയോ അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാളിനെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പാർട്ടിക്കാരെ വെച്ചും ട്രൈ ചെയ്തിട്ടുണ്ട്. യൂസ് ഇല്ല. ഇതിപ്പോ പറയുന്നത് ആക്ച്വലി നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. കാരണം 10-30 വർഷമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അത് കഴിഞ്ഞ ശേഷം ഇപ്പം മക്കളും അങ്ങനെയൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തും പലരും ലഹരിയിലോട്ടും സംഭവങ്ങളിലും ഒക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം കൂടിയാണ്. ഈ ലോക്കൽസ് കളിക്കണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ലേ? ലോക്കൽസ് കളിക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ലാസ്റ്റായിട്ട് അവർ വന്ന് പറയുന്ന അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നാൽ വെളിയിൽ നിന്ന് ഉള്ള ഗ്രാമവാസികൾ ഇതിന്റെ ഉള്ളിൽ കയറി ഇവിടെ അനധികൃതമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ കേസ് അങ്ങനെ സംഭവങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള രീതികൾ. എത്ര വർഷമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്? ഞാൻ 10-30 ദിവസമായി ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്.
അന്നൊന്നും ഈ പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഈ പ്രശ്നമില്ല, ഇപ്പം ഈ ഇടയ്ക്കാണ് ഇപ്പൊ തുടങ്ങിയത് ഈ പ്രശ്നം. രാവിലെയൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ, രാവിലെ ഇപ്പം കളിക്കാൻ തോന്നുന്നല്ലേ? ഇപ്പൊ കളിക്കുന്നു, വൈകിട്ട് മാത്രമാണ് ഈ പ്രശ്നം. ഇപ്പം ഈ പരാതിയെ കൊടുത്തിട്ടും ആരും പരിഗണിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശം? ഇപ്പം നമുക്ക് കളിക്കാൻ ഒരു സ്ഥലം വേണം, അതാണ് ഉദ്ദേശം. നമുക്ക് ഇപ്പോൾ ഈ ചുറ്റളവിൽ നമ്മളിപ്പം 4-5 കിലോമീറ്ററിൽ ഈ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഗ്രൗണ്ട് ഇല്ല. അപ്പം നമ്മൾ ഇനി അവിടെ മുകളിലത്തെ ഗ്രൗണ്ടൊന്നും പൂർണ്ണമായിട്ട് ഇപ്പം ക്രിക്കറ്റിന് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നല്ലേ? അത് ഫുട്ബോളാണ് കളിക്കുന്നത്, ഞായറാഴ്ച ഒരു ദിവസം മാത്രം. നേരത്തെ അവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഞായറാഴ്ച ഒരു ദിവസം ഉണ്ട്. ഞങ്ങളുടെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ വിഷയമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരെയും കാണാൻ പോയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കളെയും കാണാൻ, ആരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുക, ഞങ്ങളൊരു 350 പേര് ഇവിടെ രാവിലെ ഞായറാഴ്ചയും രാവിലെ ആയിട്ടും എല്ലാ ദിവസങ്ങളും വൈകിട്ടായിട്ടും ഇവിടെ കളിക്കുന്നുണ്ട്. ഈ 350 പേരും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല. പരമാവധി ആൾക്കാരെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തും. ഈ സ്ഥാനാർത്ഥിയിലേക്ക് അറിയിച്ചോ നിങ്ങൾ? ഈ എല്ലാ സ്ഥാനാർത്ഥികളും അറിയിച്ചിട്ടുണ്ട്, ഒട്ടുമുക്ക സ്ഥാനാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ആരെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ശക്തമായി നമ്മൾ ഇതിന് പ്രതികരിക്കും എന്നുള്ളതിൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യില്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യില്ല. പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന സാറുമാർക്ക് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ സമയമില്ലായിരുന്നു അവർക്ക്. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. നിങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കണം, ഗ്രൗണ്ടിൽ ഇറങ്ങി. ഈ സ്റ്റെപ്പിൽ നിന്ന് പോലും നമ്മൾ ഇരുത്താൻ സമ്മതിച്ചില്ല, നേരെ റോഡിലാണ് പിടിച്ചിറക്കി വെച്ചത്. കളിക്കളങ്ങൾ പൊതുവിൽ ഇല്ലാതാവുകയാണ് എല്ലായിടത്തും. ഈ നഗരമാണ്, നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ്. അവിടെ വർഷങ്ങളായി, ഏതാണ്ട് 30 വർഷത്തിലേറെ ഇവിടെ കളിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇപ്പോഴുമുണ്ട്. അവരുമൊക്കെ അവരുടെ ഒരു ജോലി സമ്മർദ്ദത്തിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ കാരണങ്ങൾക്കൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ അവരെ പുറത്തിറക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കളിക്കണം, അവർക്ക് പ്രാക്ടീസ് സെഷനൊക്കെ ഉണ്ടാകണം. അതിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കുമില്ല. പക്ഷേ ഇങ്ങനെ ഇത്ര വർഷമായി ഇവിടെ കളിക്കുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ അവർ മന്ത്രിമാരോടും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുമൊക്കെ അപേക്ഷയുമായി കയറിയിറങ്ങുന്നത്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി. ഇ കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത്. സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവ് N ശിവരാജനും പോസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. C കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷനെന്ന കാരണത്താലാണ് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇടപെട്ടാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പാലക്കാട് C കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തു നിന്ന് കൃഷ്ണദാസിനും P സ്മിതേഷിനും മാത്രമാണ് സീറ്റ് ലഭിച്ചത്. BM ബിനു പിന്മാറിയതോടെ PM നിയാസ് കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥി. KPCC സെക്രട്ടറിയായ നിയാസ് മുൻപ് 2 തവണ കൌൺസിലറായി മത്സരിച്ചിട്ടുണ്ട്. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കോഴിക്കോട്ടെ ഇടതുകോട്ട തകർത്ത് UDF കോർപ്പറേഷൻ പിടിക്കുമെന്ന് നിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ UDFന്റെ നായകൻ, കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി, KPCC സെക്രട്ടറി PM നിയാസ്, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ പ്രചാരണത്തിലേക്ക് തന്നെ നീങ്ങുന്നു. എങ്ങനെയാണ് UDFന്റെ സാധ്യതകൾ കോഴിക്കോട് കോർപ്പറേഷൻ? കോഴിക്കോട് ജനങ്ങളേറെ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നത് LDFന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തിലെ പഠിച്ചു വരുന്ന മുഴുവൻ ആളുകളും ഒന്നുകിൽ പഠിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയോ മറ്റു നഗരങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരും ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലുമൊക്കെ ആളുകൾ ജോലി തേടി പോകുന്ന സാഹചര്യം. IT മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ ഈ നഗരത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല, അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് നഗരം ഒരു വ്യവസായ നഗരത്തിനപ്പുറമായി ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ IT മേഖലകളിലെ ഒക്കെ പ്രവർത്തിക്കുന്നവരെ പിടിച്ചു നിർത്തി ഈ നഗരം വികസിപ്പിക്കുക എന്നതാണ് UDF ഏറ്റവും ലക്ഷ്യം കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ഞങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഈ നൂതനമായ ഒരു നഗര വികസനത്തിൻ്റെ പുതിയ മന്ത്രം രചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും, ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. UDFന് വലിയ ഒരു അടിയൊഴുക്കാണ് താഴെ നിന്നുകൊണ്ടിരിക്കുന്നത്. CPMലെ നേതാക്കന്മാർ മാത്രം തടിച്ചു കൊഴുത്ത് മുന്നോട്ട് പോവുകയും പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി മാറുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നലെ പോയ എൻ്റെ ഈ വാർഡിൽ ഒരു ഷീറ്റിൽ മറച്ചു കിടക്കുന്ന 4-5 വീടുകളിൽ ഞാൻ ഇന്നലെ പോയി. എല്ലാ അതിദാരിദ്ര്യം മാറ്റി എന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾക്ക് ഇപ്പം അറിയാം, നമ്മുടെ ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് അവിടെ കിടക്കുന്ന ആളുകൾ. അപ്പോൾ എല്ലാം ഇത് IT മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെന്ന് പറയുന്ന വികസനമെല്ലാം ഇത് പൊയ് വാക്കുകളും പൊയ് മുഖങ്ങളുമാണ്. യഥാർത്ഥ മുഖങ്ങൾ വേദനിപ്പിക്കുന്നതാണ്, വിഷമിക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ മാറ്റുവാൻ
പറപ്പടിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനു മുമ്പുള്ള ജനപ്രതിനിധികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയും ഈ ഇവിടുത്തെ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കോഴിക്കോട് നഗരം കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഹബ്ബായി, തൊഴിൽ നടത്തുന്ന ആളുകളുടെ ഹബ്ബാക്കി മാറ്റിയെടുക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്കുമൊക്കെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമാണ് UDF ഏറ്റെടുക്കുന്നത്. കോഴിക്കോടിനെ നയിക്കുക, UDFനെ നയിക്കുക താങ്കളാണെന്ന് പാർട്ടി നിലവിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും താങ്കൾ തന്നെയാണ്. അങ്ങനൊരു നിയോഗത്തെ ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ എങ്ങനെയാണ്? ഞാൻ അക്കാര്യത്തിലൊന്നും അത്ര വലിയ അമിത ആവേശമോ അമിത ആഹ്ലാദമോ എനിക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുകയുമില്ല. എൻ്റെ രീതിയും അതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒരിക്കലും വരില്ല എന്ന് എല്ലാ യോഗങ്ങളിലും കൃത്യമായി പറയുകയും നേതാക്കന്മാരോട് വളരെ വ്യക്തമായി അപേക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തെ ലീഡ് ചെയ്യണമെങ്കിൽ ഒരു മുഖം വേണമെന്നതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്ന ഏത് ഉത്തരവാദിത്വം അത് പാർട്ടിക്ക് എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ എന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം മേയർ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഏത് ഉത്തരവാദിത്വം വന്നാലും കോഴിക്കോട് നഗരവാസികൾക്ക് വേണ്ടി ഞാൻ അത് UDFന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു ടീം UDF ആണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ടീം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. ജനതാൽപര്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അഴിമതി തുടച്ചു നിൽക്കുക എന്നത് നമ്മുടെ പൊതു വിഷയമായി ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അഴിമതിരഹിതമായ ജനതാൽപര്യം അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുമായി കോഴിക്കോട് നഗരം മാറ്റിയെടുക്കും. മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റും. കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷനായി ജനങ്ങൾക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പരിപാടികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് താമസം വിന ഞങ്ങളത് ജനങ്ങൾക്ക് മുമ്പാകെ എത്തിക്കും. ഈ കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി CPM തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവർക്ക് തനിച്ച് പോലും ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ കോഴിക്കോട് പിടിച്ചാൽ കേരളം പിടിക്കാം എന്ന രീതിയിലാണ് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് അടക്കം വരാൻ പോകുന്നു. അതിൽ കോഴിക്കോട്ടെ വിജയം ഒരു നിർണായക ഘടകമാവില്ലേ? ഈ കോഴിക്കോട്ടെ ഇടതുകോട്ട പൊളിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതേ ജനങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ കഴിഞ്ഞ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് 70,000 ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നത് പാർലമെന്റ് ഇലക്ഷനിൽ. അതേ ജനങ്ങൾ തന്നെയാണ് ഇവിടെ, മറ്റാരും ജനങ്ങൾ വരുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്ന നഗരമാണ് കോഴിക്കോട്. ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കത് ക്യാഷ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് റിബൽഷൻ ലീവും അതുപോലെ മറ്റ് പ്രയാസങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായി. ഇത്തവണ നിങ്ങൾക്കറിയാലോ, വളരെ അപൂർവമായ ഒരു 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറിയ വിഷയങ്ങളുള്ളത്. അതും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. എന്തിനു വേണ്ടിയെന്നറിയുമോ? ഞങ്ങൾക്ക് ഭരണം കിട്ടാനല്ല. ഈ ദുർഭരണം ജനങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഭരണത്തെ എതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ലാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 35 കൊല്ലത്തോളം ഭരിച്ച കൽക്കട്ടയിൽ, ബംഗാളിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു? ത്രിപുരയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു? ഏറ്റവും കൂടുതൽ തെലങ്കാനയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്? അതും അവിടെ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന പാർട്ടിയാണ് നമ്മൾ തോൽപ്പിച്ചത്, അല്ലേ? അത്രയേറെ റൂട്ടായിട്ടുള്ള ജനബന്ധമുള്ള സ്ഥലങ്ങളിലാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നാൽ അത് വിജയിക്കുക തന്നെ. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്നെ അത് പറയും. എന്തായാലും ത്രിപുരയെ പോലെ ബംഗാളിലെ പോലെ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് കോഴിക്കോട്ടേക്ക് എത്തും. ആ കൊടുങ്കാറ്റിൽ പിന്നീട് കേരളത്തിന്റെ ഭരണവും പിടിക്കാൻ കോൺഗ്രസിന് കഴിയും, അല്ലെങ്കിൽ UDFന് കഴിയും എന്ന പ്രതീക്ഷയാണ് PM നിയാസ് പങ്കുവയ്ക്കുന്നത്. കൊച്ചി കോന്തുരുത്തിയിൽ ചാക്കൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ജോർജ് എന്നയാളുടെ വീടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ കസ്റ്റഡിയിലാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ആജ്ഞ, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഭവ്യ, ഇന്ന് വെളുപ്പിനെയാണ് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. കൊച്ചി കോന്തുരുത്തിയിലാണ് ചാക്കിൽ കെട്ടിവെച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയാണ്. അതേസമയം മൃതദേഹത്തോട് ചാക്കിൽ കെട്ടിവെച്ച് മൃതദേഹത്തോട് ചാരി ഉറങ്ങിയിരുന്ന ജോർജ് എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുലർച്ചെ ഈ ചാക്ക് ചോദിച്ച് അദ്ദേഹം സമീപത്തുള്ള വീടുകളിൽ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ജോർജ് എന്ന് പറയുന്ന ആളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ജോർജ് എന്ന് പറയുന്ന ആളെ. ഏത് സാഹചര്യത്തിലാണ് സ്ത്രീ മരിച്ചതെന്നോ കൊലപാതകം ആണ് എന്നുള്ള കാര്യത്തിലുള്ള വ്യക്തത ഉണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് സ്ത്രീ മരിച്ചതെന്നോ ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്ന വിവരം ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ? ഭവ്യ, ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ലേഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഈ എറണാകുളം സ്വദേശിനിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആരാണ്, അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടെ കേരള സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മറ്റ് പ്രൊസീജിയേഴ്സ് നടക്കാനുണ്ട്. എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഈ പ്രദേശവാസികളെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായൊരു സംഭവമാണ്. ഞാൻ നേരത്തെ നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനോട് ചാരി ഉറങ്ങുന്ന ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ജോർജ് എന്നാണ് ആളുടെ പേര്. അയാളുടെ വീട് തന്നെയാണ് സമീപത്തുള്ള ആ വീടിന്റെ സമീപത്ത് തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് കൊലപ്പെടുത്തിയതെന്നോ കൊന്നാള് ജോർജ് തന്നെയാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടത്. ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. എന്തായാലും അതായത് ഈ സമീപത്തുള്ള ആളുകളൊക്കെ എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തിൽ നോക്കാം. നമ്മളോടൊപ്പം ഇവിടുത്തെ കൗൺസിലർ ചേരുന്നുണ്ട്. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് അറിയാവുന്ന വിവരങ്ങളൊക്കെ അവർ പറയുന്നത്. ഇത് എപ്പോഴാണ് കണ്ടത്? ഒരു 6:20 ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗമാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഒരു വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ ഒരു ബോഡി ചാക്കിൽ കെട്ടിയ നിലയിൽ കാണപ്പെടുന്നു എന്ന് എന്നെ വിളിച്ചു പറയുകയുണ്ടായി. ഞാനിവിടെ വരുമ്പോൾ ഗേറ്റ് പാതി തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിന്റെ അടുത്ത് ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ചാക്ക് വയറിന്റെ ആ ഭാഗം വരെ മൂടിയ അവസ്ഥയിലായിരുന്നു. താഴെ നീക്കടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലീസ് എത്തിയിട്ട് അധികം നേരമായോ? പോലീസ് എത്തി അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻക്വസ്റ്റിന്റെ കാര്യങ്ങളിലേക്ക് ആളെ ഐഡന്റിഫൈ നമുക്ക് മനസ്സിലായിട്ടില്ല. ആരെയും നാട്ടുകാരും അല്ലെന്നുള്ളതാണ് നിഗമനം. നമുക്ക് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചറിയിച്ചിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ കാണുന്നത് ജോർജ് ഇങ്ങനെ ഈ സ്ത്രീയുടെ അടുത്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആരോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ജീപ്പിലേക്ക് കയറ്റിയ സമയത്ത് ഞാൻ ജോർജിനോട് ചോദിച്ചു. ജോർജ് പറഞ്ഞത് പിന്നെ ഞാൻ ഇതിങ്ങനെ പുറത്തു പോയി വന്നപ്പോൾ ഇങ്ങനെ ബോഡി കണ്ടിട്ട് പേടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിൽ നിന്ന് ഇയാൾ 4:30 പോയിട്ട് ചാക്ക് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അത് പോലീസിന് കൃത്യമായ ഇത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാക്ക് മേടിച്ച് ആ ചാക്കിലാണ് ഈ ബോഡി എടുത്തത്. മൃതദേഹം കണ്ടിട്ട് ഭയന്നിരിക്കുകയാണെന്ന് പറഞ്ഞത് പോലീസ് ജീപ്പിൽ ഇരുന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അങ്ങനെ പറഞ്ഞിട്ട് പോയി. നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഭവ്യ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ്. അതായത് രാവിലെ ഇദ്ദേഹം ഈ ജോർജ് എന്ന് പറയുന്ന ആള് പുലർച്ചെ ഒരു കടയിൽ ചെന്നിട്ട് ചാക്ക് ചോദിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. വരയിലൂടെ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് തൊടുപുഴ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾ. കുട്ടികൾ വരച്ച ചിത്രങ്ങൾ എറണാകുളം ഇടപ്പള്ളി കേരള മ്യൂസിയത്തിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. പാലറ്റ് 2025 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്ര പ്രദർശനം കാണാൻ നിരവധി പേരാണെത്തുന്നത്. വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. കേരള മ്യൂസിയത്തിൽ നടന്ന ചടങ്ങ് ചിത്രകാരനും മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പലുമായ മനോജ് വയലൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ വ്യത്യസ്തവും വളരെ കളർഫുൾ ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വളരെ കുഞ്ഞു വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഞാനിവിടെ കണ്ടത്. ഓരോന്നും വളരെ യുണീക്കായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. പിന്നെ അതിലെ പ്രമേയങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഈ വളർന്നു വരുന്ന ഈ കുരുന്ന് വിദ്യാർത്ഥികളുടെ ഇമാജിനേഷനും അവരാഗ്രഹിക്കുന്നൊരു ലോകം, അവർ സ്വപ്നം കാണുന്നൊരു ലോകം നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. എല്ലാ രീതിയിലും പ്രശംസ അർഹിക്കുന്ന ഒരു പ്രദർശനമാണിത്. മുതിർന്നവരൊക്കെ വന്ന് ഈ കുഞ്ഞ് വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ
എന്താണ് ഈ ചിത്രങ്ങളും അവരുമായിട്ട് ഒന്ന് സംവദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ കലാവാസന വളർത്തിയെടുക്കുന്നതിനോടൊപ്പം സാമൂഹിക അവബോധം, പ്രകൃതി സംരക്ഷണം എന്നിവ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക കൂടിയാണ് പാലറ്റ് 2025 ലക്ഷ്യം. ഭയങ്കര നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ് ഈ ഒരു പെയിന്റിങ്. അങ്ങനെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇതങ്ങനെ എടുത്തത്. പിന്നെ നല്ല രസം, നല്ല കളർ കോൺട്രാസ്റ്റ് ഉള്ളത്, നമുക്കത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. പിന്നെ അത് നമ്മളെ നേച്ചർ ചെയ്യും. ഈ ഒരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മളത് നേച്ചർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെയിന്റിംഗ് എടുത്തത്. വാട്ടർ കളർ, പേസ്റ്റൽ, പെൻസിൽ സ്കെച്ച് തുടങ്ങിയ വിഭാഗങ്ങളിലായി 100ഓളം ചിത്രങ്ങളാണ് മ്യൂസിയത്തിൽ 2 ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് വർഗീസ്, വൈസ് പ്രിൻസിപ്പൽ രശ്മി വേണുഗോപാൽ, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റും ഹാൻഡ് ആർട്ടിക ഓണറുമായ മനു മാത്യു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. മറ്റ് വാർത്തയിലേക്ക്. സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഓപ്പോയുടെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഓപ്പോ ഫൈൻ എക്സ് സീരീസിന്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ചും ആദ്യ വിൽപ്പനയും കോഴിക്കോട് നടന്നു. ഗേറ്റ്വേ ഹോട്ടലിൽ മൈജിയും ഓപ്പോയും സംയുക്തമായി സംഘടിപ്പിച്ച മൈജി ഓപ്പോ ഗ്രാൻഡ് സ്റ്റേജിൽ നടി അപർണ ബാലമുരളി ഫോൺ ലോഞ്ച് ചെയ്തു. ചടങ്ങിൽ മൈജി ചെയർമാൻ AK ഷാജിയും ഓപ്പോ പ്രതിനിധികളും പങ്കെടുത്തു. ചടങ്ങിൽ പ്രീ ബുക്ക് ചെയ്ത 20-ൽ പരം ഉപഭോക്താക്കൾക്ക് ഫോൺ കൈമാറി. മീഡിയാടെക് ഡയമൻസിറ്റി 9500 പ്രോസസ്സറുമായി വരുന്ന ഓപ്പോ ഫൈൻ എക്സ് 9 സീരീസ് അതിവേഗ അപ്ലോഡിംഗ്, മൾട്ടിടാസ്കിംഗ്, ഗെയിമിംഗിൽ ലാഗ് ഫ്രീ പ്രകടനം എന്നിവയും നടന്നു. ഫോട്ടോയും വീഡിയോയും വേഗത്തിലെടുക്കാനായി ഹാസ്ബാൾഡ് ക്രമീകരണമുള്ള ഉയർന്ന ക്ലാരിറ്റി ക്യാമറ സിസ്റ്റം, ഉയർന്ന റീഫ്രഷ് റേറ്റുള്ള അംബ്ലോഡ് ഡിസ്പ്ലേ, അതിവേഗ ചാർജിംഗ്, ദീർഘകാല ബാറ്ററി ലൈഫ്, ശക്തമായ സുരക്ഷാ ഫീച്ചറുകൾ, പുതിയ AI ടൂൾസ് എന്നിവ ഫോണിന്റെ മറ്റ് പ്രത്യേകതകളാണ്. ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളും ഓപ്പോയും മൈജിയും ചേർന്നൊരുക്കിയിട്ടുണ്ട്. ഒമ്പത് മണി വാർത്തയുടെ സമയം പൂർണ്ണമാകുന്നതിന്റെ വേളയ്ക്ക് ശേഷം ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. ശ്രീജാശ്യാം ചേരും. നമസ്കാരം.